Hi viewers, നമസ്കാരം and good morning to all. ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആണ്. അപ്പോൾ ഇത് മാഗി നൂഡിൽസ് ആണ് നമ്മുടെ ഏറ്റവും പ്രചാരമുള്ള ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്. നമ്മൾ കുട്ടികളും എല്ലാവരും ഉണ്ടാക്കുന്നത്. ഈ നൂഡിൽസൊക്കെ നേരത്തെ റെസ്റ്റോറൻറ്റുകളിൽ മാത്രമേ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് പോപ്പുലറൈസ് ആക്കിയത് ഈ മാഗിയാണ്. അപ്പോൾ അതുകൊണ്ട് മാഗിയെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ല. വീടുകളിലും ഉണ്ടാക്കാൻ നൂഡിൽസ് എന്ന് പഠിപ്പിച്ചു തന്ന ഇവരാണ്. പക്ഷെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കുക്ക് ഈ പ്രൊഫഷണൽസ് ഇത് അത്ര ഉപയോഗിക്കാറില്ല. അതിന് പകരം ഹക്ക നൂഡിൽസ് അല്ലെങ്കിൽ എഗ് നൂഡിൽസ് തുടങ്ങിയ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് കുറേ മസാലയൊക്കെ ചേർത്തിട്ടാണ്. ഇതിൻ്റെ മസാല അങ്ങനെ ഉപയോഗിക്കാറില്ല. ഏതായാലും ഞാനിവിടെ ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. പാന് നമ്മൾ ഇത് ബോയിൽ ചെയ്തെടുക്കുക. 2 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് കഴുകിയെടുക്കണം. ശരിക്കും മാഗി നൂഡിൽസിൽ കഴുകാനൊന്നും പറയുന്നില്ല, എങ്കിലും നമുക്കൊന്ന് കഴുകിയെടുത്ത് കഴിയുമ്പോൾ അത് ശരിയാവും. ഒന്ന് തിളക്കട്ടെ. നമ്മൾ നൂഡിൽസിൻ്റെ വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 മിനിറ്റ് നമ്മളിത് വേവിച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ കോരിയെടുക്കാം. അപ്പോൾ അത് വരത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്നൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മളെ ഒരു മീഡിയം ഓനിയൻ ഉണ്ട്, ചോപ്പ് ചെയ്തതാണ്. പിന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ ഇനി നമുക്കുള്ളത് കുറച്ച് ക്യാബേജ് ആണുള്ളത്. പിന്നെ നമ്മൾ മസാല ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മളിത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വന്ന മസാലയാണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടിരിക്കുന്നത്. ഇത് ഞാൻ 2 പാക്കറ്റേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒലിവ് ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടില്ല. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ അടുത്ത ഐറ്റം ഒരു പോപ്കോൺ ആണ്. പോപ്കോൺ നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ഞാനൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് മൈക്രോവേവിലും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും നല്ലത് കുക്കറിലാണ് പോപ്കോൺ ഉണ്ടാക്കാൻ ബെസ്റ്റ്. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് വെന്ത് വരുന്നുണ്ട്. അല്പം കൂടെ വേവാനുണ്ട്. നമ്മുടെ നൂഡിൽസ് 2 മിനിറ്റ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമ്മൾ റണ്ണിങ് വാട്ടറിൽ ഇതിനൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് വെള്ളം ഊറ്റി കളഞ്ഞു. കൂടാതെ റണ്ണിങ് വാട്ടറിൽ നമ്മൾ ഇതിനൊന്ന് കഴുകിയെടുത്തു. നമ്മൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഈ മാഗി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കഴുകാറൊന്നുമില്ല. ഇത് നമ്മളൊരു പ്രൊഫഷണൽ ടച്ചോടുകൂടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ കഴുകിയെടുക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഒലിവ് ഓയിൽ ഞാൻ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ നമ്മൾ സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം. ഇനി ഒലിവ് ഓയിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ തിളപ്പിക്കുമ്പോൾ വേണേൽ കുറച്ച് ഓയിൽ ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. അതല്ല എങ്കിൽ അത് നിർബന്ധമില്ല. നമ്മൾ ഈ ഓയിൽ ഇതിന് ശേഷം നമ്മൾ അല്പം ഇതിൽ ചേർത്തിട്ട് നമ്മളൊന്ന് തിരുമ്മിയെടുക്കുക. ഇത് വിട്ടു പോരാൻ വേണ്ടി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നൂഡിൽസിനൊക്കെ ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്, നിർബന്ധമില്ല. ഇനി ആദ്യമായിട്ട് നമുക്ക് ഇതിൽ ഫൈനലി ചോപ്ഡ് ഓനിയൻ, നന്നായിട്ട് കൊത്തി അരിഞ്ഞ ഓനിയനാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്യാരറ്റും ചേർക്കാം. നമ്മുടെ ബീൻസ് ഉണ്ട്, കുറച്ച് മതി ബീൻസൊക്കെ. ഇനി നമുക്ക് ക്യാബേജും ചേർക്കാം.
വെജിറ്റബിൾസ് ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തും ചേർക്കാം. കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതൊന്നും അധികം വേവണമെന്നില്ല. അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇതാവുമ്പോഴത്തേനും നമ്മുടെ കുക്കർ വെച്ചിരുന്നെങ്കിലും അപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടു. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിൽ പോപ്കോൺ ഇടും. നമ്മൾ സമയലാഭത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടാറായിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിൻ്റെ ഈ മൂടിയിൽ ഗാസ്കറ്റ് വെക്കരുത്. ഗാസ്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുകിപ്പോവും. അതുകൊണ്ട് ഗാസ്കറ്റ് ഇല്ലാതെയാണ് വെക്കേണ്ടത്. ഇത് പൊട്ടിയിട്ട് മുകളിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ ചൂടാവട്ടെ. അപ്പോൾ അതുവരത്തേക്ക് നമ്മുടെ നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരല്പം മഞ്ഞൾപ്പൊടി. അധികമൊന്നും വേണ്ട കേട്ടോ, മഞ്ഞൾപ്പൊടി ഒന്നും ഇതിനിങ്ങനെ കാരണം ചേർക്കാൻ. അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം മുളക് പൊടി. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അധികമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് കമ്പനി തരുന്ന ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് മസാല പൊടി ചേർക്കാം. ക്യാപ്സിക്കം അധികം വേവില്ലാത്ത കാരണം ക്യാപ്സിക്കം ഞാൻ ചേർത്തില്ല, ഇപ്പോൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് വിടാം. നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിൽ ചേർക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന മാഗി നൂഡിൽസിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒന്നൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഒന്ന് ടോസ് ചെയ്യാം. സ്റ്റീം ഫ്ലെയിം കൂട്ടിയിടുക. എന്നിട്ട് ടോസ് ചെയ്യാം. മതിയാവും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്ക് പ്രസൻറ്റേഷന് വേണ്ടി നമുക്കൊന്ന് മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നിങ്ങൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ പോപ്കോണിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് മൈക്രോവേവിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. പല രീതിയിൽ ഇത് പോപ്കോൺ ആക്കിയെടുക്കാം. ഞാനിന്ന് കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കേണ്ടത്, പക്ഷേ ഇതിൽ എണ്ണ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് എണ്ണ ചേർക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഇത് പൊട്ടും. ഇതിൻ്റെ മൂടി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൽ ഗ്യാസ്കറ്റ് വെക്കാൻ പാടില്ല. ഗ്യാസ്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഗ്യാസ്കറ്റ് ഇല്ലാതെ തന്നെ ഇത് മൂടുക. പോപ്കോൺ ഏകദേശം പൊട്ടി തീർന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. വീണ്ടും തെറിക്കുന്നുണ്ട്, ചിലതൊക്കെ തെറിക്കും. അത് നമ്മളിതിനെ മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇത് സാലഡ് ആക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ആൽപിനോസ്, ഇംഗ്ലീഷിൽ എഴുതുന്നത് ജാൽപിനോ എന്നാണ്. ഇത് ബ്രസീലിയൻ ചില്ലിയാണ്. ബ്രസീലിയനും ചില്ലിയിലെ
ചില്ലി എന്ന് പറയാം. ഇത് വളരെ പ്രസിദ്ധമാണ് യൂറോപ്യൻ കൺട്രീസിൽ. അത് ആൽപിനോസ് എന്നാണ് നമ്മൾ പറയുക. പിന്നെ ഇത് ഗ്രീൻ ഒലീവ്സ് ആണ്. ഗ്രീൻ ഒലീവ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഗ്രീൻ ഓണിയൻ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ഓണിയൻ ഉണ്ട്. ഇത് നമ്മുടെ സെലറിയാണ്. പിന്നെ കുറച്ച് ക്യാരറ്റ് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ ക്യാപ്സിക്കം. ഈ ക്യാപ്സിക്കം ഞാൻ പറയുമ്പോൾ നമ്മൾ റെഡ് ആൻഡ് യെല്ലോ പെപ്പറാണ് ഇതിനകത്ത് ശരിക്കും ചേർക്കേണ്ടത്. പക്ഷെ വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണക്കാർക്ക് കൂടെ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ കാണിക്കുകയാണ്. എല്ലാവർക്കും ഇത്ര കോസ്റ്റ്ലി ഐറ്റങ്ങൾ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സാധാരണ നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം വില കുറവാണ്. 70 രൂപയുടെ അടുത്തൊക്കെ നിൽക്കുകയുള്ളൂ. അതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് സോയാ സോസ് ഉണ്ട്, 1 ടീസ്പൂൺ സോയാ സോസ്. പിന്നെ നമ്മുടെ കൊറിയൻ ആയത് കാരണം ഗോചുചാങ് അപ്പം ചേർക്കുന്നുണ്ട്. ഇത്രേ ഐറ്റമേ ഉള്ളൂ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ കൊറിയൻ പോപ്കോൺ സാലഡാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം കൊറിയൻ രീതിയിൽ കുറച്ച് നമ്മൾ തിൽ ഓയിൽ, നമ്മൾ ജിഞ്ചല്ലി ഓയിലാണ് അല്പം ചേർക്കുന്നത്. നല്ലെണ്ണ അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. നല്ലെണ്ണ ചേർക്കുന്നു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ കുറച്ച് ക്യാരറ്റ് ചേർക്കാം. ഇതിൽ ചൂടാകുമ്പോൾ നമുക്ക് ചേർക്കാനുള്ള ഗ്രീൻ ക്യാപ്സിക്കം. ഈ സമയത്താണ് നമ്മൾ റെഡും യെല്ലോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നത്. നമ്മൾ സ്പ്രിങ് ഓണിയൻ, ഗ്രീൻ ഓണിയൻ എന്ന് പറയുന്നത് സ്പ്രിങ് ഓണിയൻ നമുക്ക് ചേർക്കാം. പിന്നെ അടുത്തതായിട്ട് സെലറിയാണ് ചേർക്കുന്നത്. സെലറി ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇതൊന്നും അങ്ങനെ കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് നമുക്ക് ചെയ്യാൻ നമ്മുടെ ആൽപിനോസ് ചേർക്കാം. ഇതൊന്നും ഓപ്ഷണലാണ്. അതുപോലെ ഗ്രീൻ ഒലീവ്സ് ഞാൻ മനഃപൂർവ്വം ബ്ലാക്ക് ഒലീവ്സ് ഞാൻ മനഃപൂർവ്വം ചേർക്കാത്തതാണ്. ബ്ലാക്ക് ഒലീവ്സ് ഇതുമാതിരി നമ്മൾ മുറിച്ചിട്ടെടുക്കാൻ പ്രയാസമാണ്. അങ്ങനെ പറ്റില്ല. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ സോയാ സോസാണ്. ഇനി നമുക്ക് നമ്മുടെ ഗോചുചാങ് കൊറിയൻ മസാല ഗോചുചാങ് ചേർക്കാം. ഇനി നമുക്ക് കൊറിയൻ ഫുഡിൻ്റെ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഫിഷ് സോസ് എന്ന് പറയുന്നത്. ഇത് വാങ്ങാൻ കിട്ടും, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഫിഷ് സോസ് നമുക്ക് ഒരല്പം 1 ടീസ്പൂൺ ഫിഷ് സോസ് ഒന്ന് ഉപയോഗിക്കാം. അധികമൊന്നും വേണ്ട. ഇനി ഒരല്പം ലെമൺ ജ്യൂസ് കൂടെ നമുക്കൊന്ന് ചേർക്കാം. നമുക്കിനി നമ്മുടെ പോപ്കോൺ ആയിട്ടുണ്ട്. ഇതാണ് കാണുന്നത്. പോപ്കോൺ ഏകദേശം എല്ലാം തന്നെ നമ്മൾ പൊട്ടിയിട്ടുണ്ട് കുക്കറിലാക്കിയത് കാരണം നമുക്കിതിൽ ചേർക്കാം. ഇനി പോപ്കോൺ നമുക്ക് ഒന്ന് ടോസ് ചെയ്യാം. അല്പം ഉപ്പ് ചേർക്കേണ്ടതുണ്ടായിരുന്നു. ഉപ്പ് ചേർത്തു. നമ്മൾ ഒന്ന് ടോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ
ഒന്ന് ബൗളിലേക്ക് ഇത് മാറ്റാം. ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊറിയൻ സ്റ്റൈൽ മസാല പോപ്കോൺ സാലഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 ഐറ്റങ്ങൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പോപ്കോൺ മസാല അല്ലെങ്കിൽ പോപ്കോൺ സാലഡ്, പിന്നെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, മാഗി നൂഡിൽസ്, ഈ 2 നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷ നോക്കുക. ഇതധികം ചിലവില്ലാത്ത സംഗതിയാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ടെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ കൊറിയനിൽ നമ്മൾ 1-2 അത്യാവശ്യം ഐറ്റങ്ങളൊക്കെ ചേർക്കേണ്ടതുണ്ട്, എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അത് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ആക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഇത് സമ്പന്നമാവുകയാണ്. നമുക്ക് വിട പറയേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നന്നായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. അതിനെല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഇവിടുന്ന് വിട പറയേണ്ട സമയമായി. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ഇടണം, എന്തെങ്കിലും കമൻറ്റ് ഇടുക. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങളിത് കൊടുക്കുക, സർക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും, അതിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ നമ്മളെല്ലാവരോടും ഇവിടെ പറയുന്നു ഗുഡ് ബൈ ടു ഓൾ.